Next content, factors influencing the distribution of temperature. Factors influencing the distribution of temperature. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷ്യൻ, വിൻഡ്. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷ്യൻ ആൻഡ് വിൻഡ്. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ സ്ഥാനം, ആൾട്ടിറ്റ്യൂഡ് ഉയരം, നിയർനെസ് ഓഫ് ഓഷ്യൻ സമുദ്ര സാമീപ്യം, ആൻഡ് ഡി വിൻഡ് കാറ്റ്. ഈ 4 ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷ്യൻ ആൻഡ് വിൻഡ് ഇൻഫ്ലുവൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ സ്ഥാനം. The sunlight is most intense in the tropical region. The region receives more energy as the sun's rays are almost vertical. The sunlight is most intense in the tropical region. The region receives more energy as the sun's rays are almost vertical. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്ന ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നു. ബട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ സൺ റേസ് ബിക്കംസ് മോർ ഇൻക്ലൈൻഡ് ഓൺ അപ്രോച്ചിങ് ദ പോൾസ്. The angle of incidence of the sun rays becomes more inclined on approaching the poles. എന്നാൽ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്നു. There occurs more energy loss and the sun's rays have to travel more through the atmosphere owing to the inclination. There occurs more energy loss. ഈ സമയത്ത് ധാരാളം എനർജി നഷ്ടപ്പെടുന്നു. And the sun rays have to travel more through the atmosphere. മാത്രമല്ല ഈ സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുമ്പോൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് they travel more through the atmosphere owing to the inclination. Listen. So latitudes അക്ഷാംശ സ്ഥാനങ്ങൾ. 0 degree equator ഭൂമധ്യരേഖ, 23.5 north tropic of Cancer ഉത്തരായന രേഖ, 23.5 south ദക്ഷിണായന രേഖ tropic of Capricorn, 66.5 north Arctic Circle, 66.5 south Antarctic Circle, and 90 North Pole and 90 South Pole. So latitudes. Listen, the sunlight is most intense in tropical region, equator, tropical regions. The region receives more energy as the sun rays almost vertical. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ താപം വളരെ കൂടുതലായിരിക്കും. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നു. The angle of incidence of the sun rays. The angle of incidence of the sun rays becomes more inclined on approaching the poles. Equator to move to poles. ധ്രുവങ്ങളിലോട് അടുക്കുന്തോറും സൂര്യരശ്മികളുടെ പതന കോണുകളിൽ ചെരിവുണ്ടാകുന്നു.
the angle of incidence of the sunrays becomes more inclined on approaching the poles. There occurs more energy loss and the sunrays have to travel more through the atmosphere owing to the inclination. ധ്രുവങ്ങളോട് അടുക്കുന്തോറും, രണ്ട് ധ്രുവങ്ങളോട് സൂര്യരശ്മികൾ അടുക്കുന്തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ ചെരിവുണ്ടാകുന്നു. കൂടുതൽ കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിലൂടെ കൂടുതൽ ഊർജവും നഷ്ടം സംഭവിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ താപം ട്രോപ്പിക്കൽ റീജിയൻസിലും ഏറ്റവും കുറഞ്ഞ താപം പോളാർ റീജിയൻസിലുമായിരിക്കും. ഏറ്റവും കൂടുതൽ ചൂട് ഉഷ്ണമേഖലാ പ്രദേശം, ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങളിലും ഏറ്റവും ചൂട് കുറവ് ധ്രുവ പ്രദേശങ്ങളിലുമായിരിക്കും. ഹൗ ഈസ് സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫ്രിജിഡ് സോൺ? Very interesting question. How is sunlight distributed in temperature and frigid zone? The sunlight distributed in the temperature zone and frigid zone. ഉഷ്ണമേഖലയിലും ശൈത്യമേഖലയിലും താപം എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? The sunlight is most intense in the tropical region. The region receives more energy as the sun rays are almost vertical. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ട് ഈ ഭാഗങ്ങളിൽ പൊതുവെ താപം വളരെ കൂടുതലായിരിക്കും. The angle of incidence of the sun's rays becomes more inclined on approaching the poles. എന്നാൽ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മികൾ കൂടുതൽ ചെരിവ് സംഭവിക്കുന്നു. There occurs more energy loss as the sun's rays have to travel more through the atmosphere owing to the inclination. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മികൾ ചെരിയുന്നതുകൊണ്ട് ഊർജം നഷ്ടപ്പെടുന്നു. കൂടാതെ ട്രാവൽ മോർ ത്രൂ ദ അറ്റ്മോസ്ഫിയർ ഓയിങ് ടു ദ ഇൻക്ലിനേഷൻ, കൂടുതൽ ചെരിഞ്ഞ് വളരെ ദൂരത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഊർജനഷ്ടം സംഭവിക്കുന്നു. സോ ദ ടെമ്പറേച്ചർ ആൻഡ് കമ്പയർഡ് ടു ദ ഫ്രിജിഡ് സോൺസ്, ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദ ഇക്വേറ്റർ റീജിയൻസ് ആൻഡ് ലോ ഇൻ ദ polar regions, frigid zones. B. Altitude, ഉയരം. Altitude. The temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് താപം കുറയുന്നു അന്തരീക്ഷത്തിൽ. The temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. The temperature is comparatively low at places situated much above the sea level. The temperature is comparatively low at places situated much above the sea level. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. The temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. What is this process called? The temperature in the troposphere decreases at the rate of 1 degree per 165 meter of altitude. Listen. The temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. What is this process called? ട്രോപ്പോസ്ഫിയറിലെ താപനില
ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു. ഈ പ്രക്രിയ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ദ നോർമൽ ലാപ്സ് റേറ്റ്. ആൻസർ നോർമൽ ലാപ്സ് റേറ്റ്, ക്രമമായ താപ നഷ്ട നിരക്ക്. ലിസൺ. സീ ലെവൽ 500 meter, 1000 meter, 1500 meter and top 1615 meter. Each 165 meter, each 165 meter, 1 degree Celsius, 1 degree Celsius temperature decreases. Listen, calculate the approximate temperature at the place marked A in the picture. Assuming the sea level temperature as 30 degree Celsius. Calculate the approximate temperature at the place marked A in the diagram. Assume the sea level temperature as 30 degree Celsius. സമുദ്രനിരപ്പിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്തെ താപനില എത്രയായിരിക്കും? Listen. Altitude. A. Place A. Place A എന്ന സ്ഥലത്തിൻ്റെ ഉയരം 1650 മീറ്റർ. 1650 മീറ്റർ ആണ് എ എന്ന സ്ഥലത്തെ ഉയരം. And temperature decreases at rate of 1 degree Celsius per 165 meter. 1 degree Celsius temperature decreases, altitude 165 meter. ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് താപം കുറയുന്നു. സോ അതുകൊണ്ട് 1650 divided by 165. 1650 divided by 165. 10. So the difference between the 10 degree Celsius, 10 degree Celsius. Sea level temperature 30 degree Celsius. And so 1615 meter temperature, 30 degree minus 10 equal to 20 degree Celsius. 20 degrees Celsius. എ എന്ന സ്ഥലത്തെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. 20 ഡിഗ്രി ആയിരിക്കും എ എന്ന സ്ഥലത്തെ താപനില. സീ ലെവൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആകുമ്പോൾ
സീ ലെവൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആകുമ്പോൾ 1650 മീറ്റർ എ എന്ന സ്ഥലത്തെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. The temperature experienced in places like Idukki and Wayanad is lower than that of the neighboring districts Ernakulam and Kozhikode respectively. Why? It's an interesting question. The temperature experienced in places like Idukki and Wayanad is lower than that of the neighboring districts Ernakulam and Kozhikode respectively. Why? ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സമീപ ജില്ലകളായ യഥാക്രമം എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇടുക്കി ആൻഡ് വയനാട് ആർ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഘാട്ട് സോൺ. ഇടുക്കി ആൻഡ് വയനാട് ആർ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഘാട്ട് സോൺ. ഇടുക്കിയും വയനാടും സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട നിരകളിലാണ്. Temperature decreases with height. Temperature decreases with height. As these regions have high altitude, the temperature there is very low. ഉയരം കൂടുന്നതനുസരിച്ച് താപം കുറയുന്നു. ഇടുക്കി, വയനാട് ജില്ലകൾ വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അവിടെ താപനില വളരെ കുറവുമാണ്. എറണാകുളം ആൻഡ് കോഴിക്കോട് ആർ ലൊക്കേറ്റഡ് ഇൻ എ ലോ ആൾട്ടിറ്റ്യൂഡ്. സോ ദീസ് ഡിസ്ട്രിക്ട്സ് എക്സ്പീരിയൻസ് മോർ ടെമ്പറേച്ചർ. എറണാകുളം ആൻഡ് കോഴിക്കോട് ആർ ലൊക്കേറ്റഡ് ഇൻ എ ലോ ആൾട്ടിറ്റ്യൂഡ്. സോ ദീസ് ഡിസ്ട്രിക്ട്സ് എക്സ്പീരിയൻസ് മോർ ടെമ്പറേച്ചർ. എറണാകുളം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ താപം കൂടുതലായിരിക്കും. Nearness of ocean. Temperature will be high at places away from the sea. Temperature will be high at places away from the sea. Temperature remains moderate at places close to the sea. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. This is because the heating of land causes wind to blow from sea to land, and cooling of land causes wind to blow from land to sea. So, temperature moderate at places close to the sea, and temperature will be high at places away from the sea. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും, കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. One interesting question. Generally, Kerala experience moderate temperature. Why? Generally, Kerala experience moderate temperature. Why? കേരളത്തിൽ പൊതുവെ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത്. ഇതെന്തുകൊണ്ടാണ്? Temperature will be high at places away from the sea. Temperature will be high at places away from the sea, and temperature remains moderate at places close to the sea. Temperature will be high at places away from the sea, and temperature remains moderate at places close to the sea. Listen, textbook page number 13. Textbook page number 13 ഒരു ടേബിൾ, the table showing the temperature related data of some cities in India. ഇന്ത്യയിലെ ചില പട്ടണങ്ങളുടെ താപനിലയുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക പേജ് നമ്പർ 13 നൽകിയിട്ടുണ്ട്. സിറ്റീസ്: തിരുവനന്തപുരം,
Bengaluru, Delhi and Goa. Maximum temperature, minimum temperature, range of temperature. City Thiruvananthapuram, Bengaluru, Delhi, Goa. Maximum temperature കൂടിയ താപനില, മിനിമം ടെമ്പറേച്ചർ കുറഞ്ഞ താപനില, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ താപാന്തരവും ആ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. The diurnal range of temperature is very high for Delhi and Bengaluru, whereas it is very low for Thiruvananthapuram and Goa. The diurnal range of temperature is very high for Delhi and Bengaluru, whereas it is very low for Thiruvananthapuram and Goa. Temperature will be high at places away from the sea. Temperature remains moderate at places close to the sea. So Delhi and Bengaluru away from the sea. Thiruvananthapuram and Goa a nearness of ocean. ബംഗളൂരുവും ഡൽഹിയും സമുദ്രതീരത്തു നിന്നും വളരെ അകലത്തിലും തിരുവനന്തപുരം ഗോവയും സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളുമാണ്. This is because the heating of land causes wind to blow from sea to land, and cooling of land causes wind to blow from land to sea. This is because the heating of land causes wind to blow from sea to land, and cooling of land causes wind to blow from land to sea. കര ചൂടാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കും, കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. നെക്സ്റ്റ് കണ്ടന്റ്, വിൻഡ്, കാറ്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. Factors influencing the distribution of temperature: A. Latitude, B. Altitude, C. Nearness of ocean, and D. Wind. Wind, കാറ്റ്. The warm and the cold winds can respectively rise or lower the temperature of the places through which they pass. The warm and the cold winds can respectively rise or lower the temperature of the places through which they pass. ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. Listen. Hot wind in Delhi, many sunburn. ഡൽഹിയിൽ ഉഷ്ണക്കാറ്റ്, പരക്കെ സൂര്യാഘാതം. പാലക്കാട് ബേൺസ് ഹോട്ട് വിൻഡ് ഫ്രം തമിഴ്നാടു. തമിഴ്നാടിൽ നിന്നും ഉഷ്ണക്കാറ്റ് പാലക്കാട് പൊള്ളുന്നു. ആൻഡ് കോൾഡ് വിൻഡ് സ്നോഫാൾ ഇൻ ദ വാലി. ശീതക്കാറ്റ്, താഴ്വരയിൽ മഞ്ഞുവീഴ്ച. The warm and the cold winds can respectively rise or lower the temperature of the places through which they pass. ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. Next content, the global distribution of temperature. Global distribution of temperature, ആഗോള താപ വിതരണം. The temperature of a place vary in accordance with its latitudinal location, altitude, nearness to sea, wind, etc.
The temperature of a place vary in accordance with its latitudinal location, altitude, nearness to sea, wind, etc. അക്ഷാംശസ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളുടെ സ്വാധീനത്താൽ ഭൂമിയിൽ ഓരോ പ്രദേശത്തും താപനിലയിൽ പ്രകടമായ അന്തരം അനുഭവപ്പെടുന്നു. The smooth curved lines represented the atmospheric temperature recorded at different places throughout the Earth's surface. What are these lines called? Listen. The smooth curved lines represent the temperature recorded at different places throughout the Earth's surface. What are these lines called? ചിത്രത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിലുടനീളം രേഖപ്പെടുത്തിയ താപനിലയാണ് ഈ ഭൂപടത്തിൽ ഒഴുക്കൻ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ രേഖകളുടെ പേരെന്താണ്? ഐസോതേർംസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഐസോതേർംസ്, സമതാപ രേഖകൾ. വൺ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. Isotherms in the southern hemisphere are almost parallel to the equator compared to those in the northern hemisphere. Why? Isotherms in the southern hemisphere are almost parallel to the equator compared to those in the northern hemisphere. Why? ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളായാണ് കാണപ്പെടുന്നത്. കാരണമെന്തായിരിക്കും? There are both continents and oceans in the northern hemisphere. There are both continents and oceans in the northern hemisphere. ഉത്തരാർദ്ധഗോളത്തിൽ വൻകരകളുടെ ഭാഗം, കരഭാഗം കൂടുതലാണ്. There are both continents in the northern hemisphere. There exists difference in the heating of land and water. കരയും കടലും അസന്തുലിതമായി ചൂട് പിടിക്കുന്നു. Compared to the oceans, the land area becomes hot soon. So the isotherms in the northern hemisphere are more curved. ഉത്തരാർദ്ധഗോളത്തിൽ വൻകരകൾ കൂടുതലും സമുദ്രങ്ങൾ കുറവുമാണ്. കരയും കടലും അസന്തുലിതമായി ചൂടുപിടിക്കുന്നു. കമ്പയർഡ് ടു ദ ഓഷ്യൻസ്, ദ ലാൻഡ് ഏരിയ ബിക്കംസ് ഹോട്ട് സൂൺ. സോ ദ ഐസോതേർംസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആർ മോർ കർവ്ഡ്. സമുദ്രത്തെ അപേക്ഷിച്ച് പകൽ കരഭാഗത്ത് ഉയർന്ന താപമായിരിക്കും. അതുകൊണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ വളഞ്ഞു കാണപ്പെടുന്നു. Ocean is the most part of the southern hemisphere. Land area is very small there. So the isotherms in the southern hemisphere are almost parallel to the equator. ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകൾ കുറവും സമുദ്രങ്ങൾ കൂടുതലും ആണ്. അതുകൊണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ ഭൂമധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ്. One interesting question. In the weather maps for summer and winter seasons, the isotherms behave differently. Why? In the weather maps for summer and winter seasons, the isotherms behave differently. Why? ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും കാലാവസ്ഥാ ഭൂപടങ്ങളിലെ സമതാപരേഖകൾ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നു. എന്തുകൊണ്ടാണിത്? During summer, high temperature prevails over the land compared to the sea. And during winter, the condition is reversed.
During summer, high temperature prevails over the land compared to the sea, and during winter, the condition is reversed due to the differential heating of land and water. So in the weather maps for summer and winter season. So in the weather maps for summer and winter season. After watching this video, you have to read the textbook. Then you will get a clear and wide idea about the given topic. ഈ ഭാഗം കണ്ടതിനു ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് തീർച്ചയായും നല്ല വ്യക്തതയുണ്ടാകും. I hope that we will meet tomorrow. നാളെ കാണുന്നതുവരെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. And share the video with your friends. നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടതിനു ശേഷം മറ്റു കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യുക.